ഹായ് ഓൾ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് NIOS 10th ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റാണ്. സോ അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എന്ത്? സ്നേക്ക് ബൈറ്റ്. Have you ever teased an animal? What did your elders have to say to you? How did the animal react? Did you think about how the animal felt? In this story, the narrator Raja is an innocent young boy. അപ്പോൾ ഇതിൽ നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മൾ ഏതെങ്കിലും അനിമലിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും മൃഗങ്ങളെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടോ? എന്താണ് നമ്മുടെ മുതിർന്നവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? എങ്ങനെ ആനിമൽസായിട്ട് മൃഗങ്ങളായിട്ട് എങ്ങനെ തിരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സോ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ ഈ സ്റ്റോറിയിൽ എന്താ പറയുന്നത്? നരേറ്റർ രാജ ഈസ് എൻ ഇന്നസെൻറ്റ് യങ് ബോയ്. ഒരു കുട്ടിയാണ് എന്ത് ഈ രാജ എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് എന്ത് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളതും ആ സ്റ്റോറിയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം കഥയാണ് അതിൽ പറയുന്നത്. അപ്പോൾ നരേറ്ററിൻ്റെ പേരെന്താണ്? രാജ എന്നായിരുന്നു. അപ്പോൾ ഹീ ഈസ് adventurous and like to meddle with creatures like snakes and bees. His grandparents are concerned about his well-being and safety. Once, when a bee stings him, they think he has been bitten by snake. അപ്പോൾ എന്താണ് ഈ നരേറ്ററായ രാജ അല്ലെങ്കിൽ ഈ ആ കഥയിൽ പറയുന്ന വ്യക്തി, ആ കുട്ടി രാജ എന്ന് പറയുന്ന കുട്ടിക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്ത് ഈ പാമ്പിനോടും അതുപോലെ തേനീച്ചകളോടൊക്കെ ഇടപഴകാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി എന്താണ് ഒരു സാഹസികതയോട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു രാജ. പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താണ് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കൊക്കെ ഭയങ്കര കൺസേൺ ആയിരുന്നു ആ കുട്ടിയുടെ സേഫ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വൺസ് വെൻ എ ബീ സ്റ്റിങ്സ് ഹിം ദേ തിങ്ക് ഹീ ഹാസ് ബീൻ ബൈറ്റൻ ബൈ എ സ്നേക്ക്. എന്താണ് ഒരിക്കൽ ഒരു തേനീച്ച ഈ കുട്ടീനെ കുത്തി. ആ സമയത്ത് എന്താണ് ഈ അപ്പൂപ്പനും അമ്മൂമ്മയും വിചാരിച്ചത്? ആ കുട്ടീനെ പാമ്പ് കടിച്ചതാണെന്നാണ് വിചാരിച്ചത്. ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ടേക്ക് ഹിം ടു എ മാൻ whom he believes can cure snake bite. അപ്പോൾ എന്താണ് ഇങ്ങനെ പാമ്പ് കടിച്ചു എന്ന് വിചാരിച്ച സമയത്ത് ഈ അപ്പൂപ്പൻ എന്ത് ചെയ്തു? ഈ കുട്ടീനെ കൊണ്ടിട്ട് സ്നേക്ക്, അതായത് പാമ്പിൻ്റെ വിഷമൊക്കെ എടുക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആളുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ സ്റ്റോറിയിൽ പറയുന്നതെന്ന് വെച്ചാൽ രാജ എന്നൊരു കുട്ടീനെ കുറിച്ചിട്ടാണ്. ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു അദ്ദേഹത്തിന് ആ കുട്ടിക്ക് കൂടുതലും സാഹസികത ഇഷ്ടമായിരുന്നു. പാമ്പും തേനീച്ചകളെയും കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് പാമ്പ് കടിച്ചിട്ടില്ല, പക്ഷെ തേനീച്ചയാണ് കടിച്ചത്. പക്ഷേ അവരെന്ത് വിചാരിച്ചു? അപ്പൂപ്പനും അമ്മൂമ്മയും വിചാരിച്ചത് പാമ്പാന്ന് വിചാരിച്ചിട്ട് നടന്ന സംഭവങ്ങളാണ് ഈ കഥയിലൂടെ നമുക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് കഥ ബാക്കി തുടർന്ന് റീഡ് ചെയ്യാം. വൺ ഡേ ഐ സോ എ സ്മോൾ സ്നേക്ക് ഇൻ ദ കോമ്പൗണ്ട്. ഇറ്റ് വാസ് ക്രോളിംഗ് എലോങ് സ്ലോലി. But when it saw me, it moved away quickly and hid itself in a coconut shell. I quite went near and closed the mouth of coconut shell with a stone. Then I took the shell and ran to grandmother. അപ്പോൾ എന്താണ്, ഒരു ദിവസം ഒരു കോമ്പൗണ്ടിൽ ഈ രാജ എന്ത് ചെയ്തു? അവരുടെ കോമ്പൗണ്ടിൽ ഒരു പാമ്പിനെ കണ്ടു. ആ പാമ്പ് മെല്ലെ ക്രോളിംഗ് എന്ന് വെച്ചാൽ എന്താണ്, എഴയുക. അപ്പോൾ മെല്ലെ എഴഞ്ഞു പോവുമായിരുന്നു. അപ്പോൾ ഈ രാജേനെ കണ്ടപ്പോൾ പാമ്പ് വേഗം ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു? കോക്കനട്ട് ഷെൽ എന്ന് പറഞ്ഞ ചിരട്ടയുടെ ഉള്ളിൽ ഒളിച്ചു. ദെൻ രാജ ഓടി ചെന്നിട്ട് ആ ചിരട്ട അടച്ചു, ഒരു കല്ല് വെച്ചിട്ട് അടച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഷെല്ലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ചിരട്ട എടുത്തുകൊണ്ട് അമ്മൂമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ലുക്ക് ഗ്രാൻഡ്മ, ഐ ക്രൈഡ് ആൻഡ് ഐ ഹാവ് കോട്ട് എ സ്നേക്ക്. അപ്പോൾ എന്താണ് വളരെ കരഞ്ഞിട്ട് അല്ലെങ്കിൽ ഒച്ചത്തിലൊക്കെ പറയുന്ന പറയില്ല. എന്നിട്ട് അമ്മൂമ്മോട് പറയുകയാണ്, അമ്മൂമ്മയെ നോക്കിയേ ഞാനൊരു പാമ്പിനെ പിടിച്ചു എന്ന് പറയുവാണ്. സ്നേക്ക് ആസ്ക് ഗ്രാൻഡ് മദർ ഇൻ അലം ആൻഡ് ഷീ വാസ് ഷോക്ക് ആൻഡ് ഷീ ക്രൈഡ് ഫോർ ഹെൽപ്പ്. ഗ്രാൻഡ് ഫാദർ കെയിം റണ്ണിങ്. When he learned that I had a snake in the shell, he snatched the shell and threw it away. അപ്പോൾ എന്താണ്, അപ്പോൾ ഗ്രാൻഡ് മദർ ഒച്ചത്തിൽ പറയുവാണ്, എന്തോ പാമ്പാണോ എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു? കുറച്ച് വളരെ പരിഭ്രാന്തിയായി. എന്നിട്ട് കരയാൻ തുടങ്ങി, സഹായത്തിന് വേണ്ടി കരയാൻ തുടങ്ങി. അത് കേട്ട് ആരോ ഓടി വന്നു? അപ്പൂപ്പൻ ഓടി വന്നു. ദെൻ എന്ത് ചെയ്തു? ഇതിൽ ഈ കോക്കനട്ട് ഷെല്ലിൻ്റെ ഉള്ളിൽ പാമ്പാന്ന് അറിഞ്ഞപ്പോൾ വേഗം അവൻ്റെ കയ്യിൽ നിന്ന് സ്നാച്ച് ചെയ്യാന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു? അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. The snake crawled away and disappeared behind some bushes. Grandfather warned me never to go near a snake because snakes were very dangerous. എന്നിട്ട് എന്ത് ചെയ്തു? ഈ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പാമ്പ് എന്ത് ചെയ്തു? എഴഞ്ഞിട്ട് കുറച്ച് ചെടികളുടെ ഇടയിൽ ഡിസപ്പിയർ ആവുന്ന വെച്ചാൽ അപ്രതീക്ഷിതമായി പോയി അല്ലെങ്കിൽ ഒളിച്ചു.
ദെൻ ഗ്രാൻഡ് ഫാദർ വാണ്ട് മീ നെവർ ടു ഗോ നിയർ എ സ്നേക്ക്. എന്താണ് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു, അതായത് അപ്പൂപ്പൻ പറഞ്ഞു ഇനി ഒരിക്കലും പാമ്പിൻ്റെ അടുത്തേക്ക് പോകരുത്, അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏറ്റവും അപകടകാരിയാണെന്ന് പറയും. ദ ലേറ്റർ ഇൻ ദി ഈവനിങ് ഐ ട്രൈഡ് ടു ക്യാച്ച് എ ബീ ആൻഡ് ഇറ്റ് സ്റ്റങ് മീ ഓൺ മൈ ഫിംഗർ. ഐ ഫെൽറ്റ് എ ഷാർപ്പ് പെയിൻ. ഐ റൺ ടു ഗ്രാൻഡ് മദർ ആൻഡ് ടോൾഡ് ഹെർ ദാറ്റ് ഐ ഹാഡ് ബീൻ ബൈറ്റഡ് ആൻഡ് വാണ്ടഡ് her to do something to stop the pain. Grandmother thought that I had been bitten by a snake. She called out to grandfather, come and see what has happened to Raja. എന്നിട്ട് എന്താണ്, കുറേ കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഈ തേനീച്ചേനെ പിടിക്കാൻ വേണ്ടി ഈ രാജ പോവാണ്. അപ്പോൾ എന്ത് ചെയ്തു, സ്റ്റങ് ചെയ്യാന്ന് പറഞ്ഞാൽ കുത്തുക. അതിൻ്റെ രാജയുടെ ഒരു വിരലിൽ ഈ തേനീച്ച കുത്തി. ദെൻ അപ്പോൾ ആ കുത്തിയ സമയത്ത് നല്ലൊരു പെയിൻ വന്നു. അപ്പോൾ പേടിച്ചിട്ട് അമ്മൂമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ് ചെയ്തത്. അപ്പോൾ അമ്മൂമ്മോട് പറഞ്ഞു എന്നെ കുത്തി എന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മ വിചാരിച്ചത് എന്താണ്, ആ പെയിൻ മാറ്റി കൊടുക്കണമെന്ന് അമ്മൂമ്മോട് പറഞ്ഞപ്പോൾ അമ്മൂമ്മ വിചാരിച്ചു കാലത്ത് പാമ്പിനെ കണ്ടതാണല്ലോ, അപ്പോൾ പാമ്പാണ് കുത്തിയതെന്ന് വിചാരിച്ചിട്ട് അമ്മൂമ്മ അപ്പൂപ്പനെ വിളിച്ചു. അപ്പൂപ്പനെ ഓടി വന്നു. എന്നിട്ട് എന്താണ് രാജയ്ക്ക് സംഭവിച്ചതെന്ന് നോക്കാൻ. ദെൻ ഗ്രാൻഡ് ഫാദർ കെയിം അറ്റ് വൺസ് ആൻഡ് ഹി ലുക്ക് അറ്റ് മൈ ഫിംഗർ ആൻഡ് ദർ വാസ് എ ബ്ലൂ മാർക്ക്. വിതൗട്ട് എ വേർഡ് ഹി ടുക്ക് മീ ഇൻ ഹിസ് ആംസ് ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ്. He ran across the garden and through the paddy field, and he ran and ran, did not stop until he reached a small house quite some distance away from our house. Then he shouted for the man who lived there. അപ്പോൾ എന്താണ്, ദെൻ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു, അപ്പൂപ്പൻ ഓടി അടുത്ത് വന്നു. അതിനുശേഷം കൈ വിരലിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ബ്ലൂ മാർക്ക്, ഒരു നീല ഡോട്ട് കണ്ടു കയ്യിൽ. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, വേറൊന്നും ചോദിക്കുകയൊന്നും ചെയ്യാണ്ട് വേഗം കൈവെള്ളയിൽ എടുത്തിട്ട് കൊച്ചിനെയും കൊണ്ട് രാജേനെയും കൊണ്ട് വേഗം നടക്കുകയാണ് ചെയ്തത്. ദെൻ എന്ത് ചെയ്തു, അവരുടെ ഗാർഡനിൽ കൂടെയും പിന്നെ അതുപോലെ തന്നെ കണ്ടമൊക്കെ ഉണ്ടല്ലോ അതിൽ കൂടെയൊക്കെ നടന്ന് ഓടി വേഗം ഒരു വീടിൻ്റെ ചെറിയൊരു വീടിൻ്റെ അടുത്ത്, ഇവരുടെ വീടിൻ്റെ കുറച്ച് നീങ്ങിയിട്ടുള്ളതാണ്, ഒരു വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നിർത്തി. എന്നിട്ട് അവിടെയുള്ള ആളോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അത് കേട്ട് an old grey-haired man came out of the house. He knew that cure for snake bite. Grandfather asked him to cure me. The old man took me inside. He looked at my finger and then asked me to sit down and not to move. I sat on grandfather's lap. The old man then took some water in the small brass vessel, sat in front of us and started reciting some mantras. അപ്പോൾ എന്താണ്, ഒരു ഇച്ചിരി നരച്ച ഒരു ഗ്രേ കളർ ഹെയർ ഉള്ളൊരു വ്യക്തി അതിൻ്റെ ഉള്ളിൽ നിന്ന്, ഒരു വയസ്സൻ ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നു. അദ്ദേഹത്തിന് എന്താണ്, പാമ്പിൻ്റെ വിഷമൊക്കെ എടുക്കാനുള്ള കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഗ്രാൻഡ് ഫാദർ അയാളോട് പറയുവാണ് എൻ്റെ മോനൊന്ന് സുഖപ്പെടുത്തുക, അതായത് വിഷം മാറ്റി അദ്ദേഹത്തിന് ആ കുട്ടീനെ സുഖപ്പെടുത്താൻ പറയുവാണ്. ദെൻ എന്ത് ചെയ്തു, ആ ഓൾഡ് മാൻ രാജേനെ അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അതിൻ്റെ ഫിംഗർ നോക്കി എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. അവിടുന്ന് എണീറ്റ് പോവാതെ അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ആ കുട്ടി എന്ത് ചെയ്തു, അപ്പൂപ്പൻ്റെ മടിയിൽ ഇരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ വയസ്സനായ വ്യക്തി അതായത് ഈ വിഷമെടുക്കുന്ന വ്യക്തി എന്ത് ചെയ്തു, ഒരു പിച്ചള പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് കുറച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ തുടങ്ങി. Then I want to tell him that it was a bee and not a snake that had bitten me. But grandfather held me tight and did not allow me to talk. Grandmother, too hard arrived by then, and some other people with her. They looked sad and silently watched me. അപ്പോൾ എന്താണ്, അപ്പോൾ കുട്ടിക്ക് എന്താണ്, പാമ്പല്ല കടിച്ച് തേനീച്ചയാണെന്ന് അറിയാം, പക്ഷെ അത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ഗ്രാൻഡ് ഫാദർ നല്ല ടൈറ്റായിട്ട് പിടിച്ചേക്കായിരുന്നു, സംസാരിക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അമ്മൂമ്മ കുറച്ച് ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു. അവരെയൊക്കെ വളരെ സങ്കടത്തിൽ മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയും കൂടിയായിരുന്നു. By this time the pain in my finger has stopped, but still I had so sit there and get cured of സ്നേക്ക് ബൈറ്റ്. പക്ഷെ എന്താണ്, പെട്ടെന്ന് തന്നെ എൻ്റെ കൈയുടെ പെയിനൊക്കെ മാറി. എങ്കിലും എനിക്ക് അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു, കാരണം പാമ്പ് കടിച്ചതാണല്ലോ, അപ്പോൾ അത് മാറ്റിയിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ അവിടെ ഇരിക്കേണ്ടി വന്നു. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് the old man got up, washed my finger and gave me some water to drink. He asked me to keep quiet for some more time. എന്നിട്ട് എന്താണ്, കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വയസ്സനായ വ്യക്തി എണീറ്റു. എന്നിട്ട് ആ കുട്ടിയുടെ കൈയൊക്കെ കഴുകി അതിന് ശേഷം കുറച്ച് വാട്ടർ കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു കുറച്ച് നേരം കൂടി മിണ്ടാതിരിക്കാൻ പറഞ്ഞു. Then he turned to grandfather and said, thank God you brought Raja in time. He is out of danger now.
ഇറ്റ് വാസ് ഇൻഡീഡ് എ പോയിസണസ് സ്നേക്ക് ദാറ്റ് ബിറ്റ് ഹിം. എന്നിട്ട് എന്ത് ചെയ്തു, അതിനുശേഷം ഈ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ ഓൾഡ് മാൻ പറയാണ്, രാജന് ദൈവത്തിന് നന്ദി, രാജനെ കറക്റ്റ് ടൈമിലാണ് നിങ്ങൾ കൊണ്ടുവന്നത്, ഇപ്പോൾ അവന് അപകട സാധ്യതയൊക്കെ തരണം ചെയ്തു, അതുപോലെ തന്നെ അവനെ കടിച്ചത് ഒരു വിഷമില്ലാത്തൊരു പാമ്പായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാണ്. ദെൻ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ആൻഡ് ഓൾ അതേഴ്സ് താങ്ക് ദ ഓൾഡ് മാൻ ഫോർ എ മാജിക് ക്യൂർ ആൻഡ് ഓൺ റിട്ടേണിംഗ് ഹോം ഗ്രാൻഡ് ഫാദർ സെൻഡ് ഹിം ഗിഫ്റ്റ്. എന്താണ്, അതുപോലെ തന്നെ അപ്പൂപ്പനും അമ്മൂമ്മ എന്ത് ചെയ്തു, അല്ലെങ്കിൽ കൂടെ വന്നവരൊക്കെ ഈ വൃദ്ധനായ വ്യക്തിക്ക് ഒരുപാട് എന്താണ് താങ്ക്സ് ഒക്കെ പറയുകയാണ്. എന്തുകൊണ്ടാണ്, അദ്ദേഹം ഈ ഒരു വലിയ ഒരു മാജിക് തന്നെയാണല്ലോ, പെട്ടെന്ന് തന്നെ അത് മാറ്റി കൊടുത്തുല്ലോ എന്നൊരു സന്തോഷത്തിൽ പോണ വഴിക്ക് തന്നെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു, ഗിഫ്റ്റൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി ഫ്രം ദ കളക്ഷൻ എന്താണ്, ശങ്കർ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ആണ്. അപ്പോൾ രാജയുടെ സ്റ്റോറിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്, രാജേനെ കടിച്ചത് ഒരു തേനീച്ചയായിരുന്നു, പക്ഷേ പാമ്പാന്ന് വിചാരിച്ചിട്ട് അത് സുഖപ്പെടുത്താൻ വരുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.